ഇത് സ്പൂണൊന്നും വെച്ച് കഴിക്കേണ്ട സാധനം കേട്ടോ. ശരിക്കും കൈനെ കൊണ്ട് തന്നെ കഴിക്കണം. അടിപൊളി, നല്ല കുഴച്ചു വിട്ടണം. നമ്മുടെ പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അത് നോമ്പ് കാലത്ത് ഒരുപക്ഷെ നമ്മുടെ ഉമ്മാന്റെ ഭക്ഷണമായിരിക്കും. ഒരു സ്നേഹത്തോടു കൂടി പ്രിപ്പയർ ചെയ്ത ഭക്ഷണത്തിന്റെ ഫീൽ തീർച്ചയായും വ്യത്യസ്തമാണ്. പലപ്പോഴും നമുക്ക് ഈ ഒരു സമയത്ത് റെസ്റ്റോറൻറ്റുകളിലൊന്നും കിട്ടാത്തതോ തന്നെയാണ് നാടൻ രുചികളും ആ സ്നേഹത്തോടു കൂടി പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ആ രുചി വേറെ തന്നെയാണ്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്നത് അങ്ങനെ ഒരു ഐറ്റമാണ്. നമ്മൾ അൽഹയിൽ പുതുതായി ഓപ്പൺ ചെയ്ത ടെലി റെസ്റ്റോറൻറ്റിലെ കടൽ ചോറ് വരട്ട്. ഒരു വെറൈറ്റി സാധനമാണ്. നോമ്പ് കാലത്ത് അത്താഴത്തിനാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഷെഫ് പറഞ്ഞത് നമുക്ക് പ്രോൺസും സ്ക്വിഡും ക്രാബും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മസാലയാണ്. ശരിക്കും ആ ഒരു കടൽ വിഭവങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മസാലയിൽ ചെറുള്ളിയും ഉലുവയും ഒക്കെ കൂട്ടിയിട്ട് തവ ഫ്രൈ ചെയ്ത് വരുന്ന സാധനമാണ്. അപ്പോൾ അതിന്റെ സൈഡായിട്ട് നമുക്ക് ചമ്മന്തിയും ഒരു ഉണ്ട്. ഈ ചോറിന്റെ ഉള്ളിലൊക്കെ ആ ഒരു മസാല, ആ മീനിന്റെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. ആ ചെമ്പിന്റെയും ആ സ്ക്വിഡിന്റെയും പിന്നെ ഫ്രഷ് വെളിച്ചെണ്ണയുടെയും എല്ലാത്തിന്റെ ഒരു രുചി. ആ മസാല ആണെങ്കിലൊന്നും ഒട്ടും കുത്തലൊന്നും ഇല്ല കേട്ടോ. ശരിക്കും നാടൻ അടിവരായിട്ട് പറയാൻ പറ്റുന്ന സാധനം. ശരിക്കും വീട്ടിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഭക്ഷണം. ശരിക്കും നല്ല ഫ്ലേവർഫുൾ ആണ്. റൈസ് ഇറ്റ് സെൽഫ് ഒരു സൈഡിന്റെ ആവശ്യമില്ല ഇതിന്. ആ മീൻ രുചികളെല്ലാം കൂടിയിട്ട് ഒരു ഫ്യൂഷൻ ഉണ്ടല്ലോ. അതായത് ചെമ്മീൻ, ക്രാബ്, സ്ക്വിഡ് മുകളിൽ കാണുന്നത്. അല്ലാതെ ഇതിനുള്ളിലൊക്കെ ക്രാബും സ്ക്വിഡും കൊഞ്ചും ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പം ഇതിന് 2 റിയാലാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ അവർ. മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. സത്യത്തിൽ നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ പലരും പ്രിഫർ ചെയ്യുക വളരെ സ്റ്റൊമക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനുണ്ടോ. അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ എവിടെയാണെന്ന് നോക്കുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. ശരിക്കും നാട്ടിൽ നോമ്പ് കാലത്തൊക്കെ ഉമ്മയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അത്താഴത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കഞ്ഞി, ആ പാൽക്കഞ്ഞി, അതൊക്കെ ഓർമ്മയില്ലേ? അതേ ആ ഒരു രുചിയിലുള്ള ഒരു പാൽക്കഞ്ഞി. അതിനോട് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സീ ഫുഡ് കോമ്പോക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജ് കോമ്പോക്ക് പോകാം. സീ ഫുഡ് കോമ്പോയിൽ നിങ്ങൾക്ക് ഫ്രൈഡ് ഫിഷ് ഉണ്ട്, ക്രാബ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, അതുപോലെ പ്രോൺസ് ഉണ്ട്, പിന്നെ വെജ് ഓപ്ഷൻസും പുഴുക്കും ഇതൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പോ. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വായു വെള്ളം ഓടുന്നുണ്ട് കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കാം. ആ പാൽക്കഞ്ഞിയിലെ തേങ്ങാപ്പാലിന്റെ ഫ്ലേവറും ആ ഷ്രെഡഡ് കോക്കനട്ടൊക്കെ ആയിട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ പാൽക്കഞ്ഞി മാത്രം മതി. ഓവർ കുക്ക്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും റബ്ബറി അല്ല, നല്ല ടെൻഡർ ആയിട്ടുള്ള സ്ക്വിഡാണ്. ഞണ്ടാണെങ്കിലും ചെമ്മീനാണെങ്കിലും ഒക്കെ ശരിക്കും നാടൻ മസാല ശരിക്കും ഇൻഫ്യൂസ് ആയിട്ട് കേട്ടോ. അതൊക്കെ ശരിക്കും അവർ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മസാലയുടെയും കറികളുടെയും വിഭവങ്ങളുടെയും ഒരു രുചിയാണ്. ആ ചമ്മന്തിന്റെ കാര്യമൊക്കെ ശരിക്കും എടുത്ത് പറയേണ്ടതുണ്ട്. ശരിക്കും ഗൃഹാതൃത്വം ഉണർത്തുന്ന ചമ്മന്തിയാണ്. അപ്പോൾ ടെലിയിൽ അത്താഴം കൂടാതെ നോമ്പ് തുറക്കൊക്കെ പറ്റിയ അടിപൊളി സ്നാക്സും ഉണ്ട്. ഒരുപാട് വെറൈറ്റി സ്നാക്സും ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ മാർക്കേണ്ട അൽഹയിൽ നെസ്റ്റോന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പുതുതായി ഓപ്പൺ ചെയ്ത ടെലി റെസ്റ്റോറന്റ് ഉള്ളത്.